തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ രോഗി മരിച്ചതിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്ന് റിപ്പോർട്ട്. ചവറ സ്വദേശി വേണു മരിച്ച സംഭവത്തിലാണ് DME നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട്. CHC മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെ വീഴ്ചയുണ്ടായി. കാത്ത് ലാബ് മുഴുവൻ സമയവും പ്രവർത്തിക്കാത്തത് തിരിച്ചടിയായി. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അടിയന്തര ചികിത്സ നൽകിയിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മനോജ് ചേരുന്നു. മനോജ്, നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്, ഈ ആരോഗ്യരംഗം, ആരോഗ്യമേഖല, ആരോഗ്യ സംവിധാനം വളരെ സജീവമാണ്, ലോകത്തിന് തന്നെ മാതൃകയാണെന്നൊക്കെ തള്ളുന്നുണ്ട് നമ്മുടെ CPM നേതാക്കൾ പലരും. ആരോഗ്യമന്ത്രിയെ പിന്തുണച്ച് രംഗത്തെത്തുന്നുമുണ്ട്. പക്ഷെ സംഭവിക്കുന്നത് ഇതൊക്കെയാണ്. അല്പം മുമ്പ് നമ്മൾ നൽകിയ വാർത്ത, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹൃദ്രോഗികൾക്കായുള്ള ശസ്ത്രക്രിയ നടത്തുന്ന ഒരു ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ടിട്ട് 2 മാസമായി എന്ന വാർത്തയാണ്. ഇതിപ്പോൾ ചികിത്സ ലഭിക്കാതെ രോഗി മരിച്ചതിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ട് ആരോഗ്യവകുപ്പിൽ നിന്ന് തന്നെ വരികയാണ്. എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്? തീർച്ചയായും മാസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ ചികിത്സ ലഭിക്കാതെ ചവറ സ്വദേശിയായിട്ടുള്ള വേണു മരിക്കുന്നത്. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഈ ശബ്ദ സന്ദേശങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അന്നൊക്കെ തന്നെ ഇത്തരത്തിൽ വേണു നേരിട്ട ദുരനുഭവങ്ങൾ, അതായത് ഈ ആശുപത്രിക്കുള്ളിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും അടക്കം നേരിട്ട ദുരനുഭവങ്ങളാണ് അന്ന് ഈ ശബ്ദ സന്ദേശത്തിലൂടെ ലോകമറിഞ്ഞത്. എന്തായാലും അതിൽ അന്വേഷണം ഉണ്ടായിരുന്നു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്, അതായത് വേണുവിന്റെ മരണത്തിൽ ജീവനക്കാർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ്. CHC മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വരെ വീഴ്ചയുണ്ടെന്നാണ് ഈ വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. DME നിയോഗിച്ച വിദഗ്ധ സംഘമാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് ഈ കൊല്ലത്തെ ആശുപത്രിയിൽ ഈ രോഗം കണ്ടെത്താനായില്ല എന്നും അതോടൊപ്പം ചവറ CHCയിൽ അടക്കം ഈ രോഗത്തിന് കണ്ടെത്താൻ മറ്റ് ചികിത്സകൾ നൽകാനുള്ള ഒരു സംവിധാനം ഇല്ലായിരുന്നുവെന്നും അതോടൊപ്പം തന്നെ അവിടെ നിന്നും കാത്ത് ലാബ് മുഴുവൻ സമയവും പ്രവർത്തിക്കാത്തത് തിരിച്ചടിയായെന്നും ഈ റിപ്പോർട്ടിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാർഡിയോളജി വിഭാഗത്തിൽ വേണ്ടത്ര ജീവനക്കാരുണ്ടായിരുന്നില്ല. മെഡിക്കൽ കോളേജിലേക്കുള്ള റെഫറലും യാത്രയും വൈകി എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോൾ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെ ICUവിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. മെഡിക്കൽ വാർഡിലാണ് രോഗിയെ പ്രവേശിപ്പിച്ചത്. ഇവിടെ ചികിത്സ കിട്ടാൻ വൈകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആൻജിയോപ്ലാസ്റ്റി നടത്താമെന്ന് ബന്ധുക്കളോട് നിർദ്ദേശിച്ചെങ്കിലും ഫയലിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല. വീൽ ചെയറിൽ വേണുവിനെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടിയ ഭാര്യയെ മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ സഹായിച്ചില്ല എന്നും ഈ റിപ്പോർട്ടിലുണ്ട്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച ഈ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് നേരത്തെ വേണുവിന്റെ ഭാര്യ അടക്കം ആരോപിച്ചത്. പരാതി നൽകിയിരുന്നു. എന്നാൽ അതിൽ മറ്റ് നടപടികളൊന്നും ഉണ്ടായില്ല. എന്തായാലും അന്വേഷണ റിപ്പോർട്ട് ഇതാണ്. പക്ഷേ ജീവനക്കാരെ സംരക്ഷിക്കുന്ന ഒരു നയം കൂടെ ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഗുരുതര വീഴ്ച കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷേ ജീവനക്കാർക്കെതിരെ നടപടിക്ക് ശുപാർശ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ ചവറ സ്വദേശി വേണു മരിച്ച സംഭവത്തിൽ ആശുപത്രിക്ക് ഗുരുതര വീഴ്ച ഉണ്ടായി എന്ന് റിപ്പോർട്ട് വരികയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്.